ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഇടവകയായ മരിയപുരം നിത്യസഹായ മാതാ ദേവാലയത്തിൻ്റെ മുമ്പിലാണ്. ഈ ഇടവകയുടെ സ്ഥാപകൻ ഫാദർ ലീനസ് മരിയ സുക്കോൾ ആണ്. ജൂസപ്പെ ബാർബര ദമ്പതികളുടെ മകനായി ഇറ്റലിയിൽ ജനിച്ച അച്ഛൻ ജന്മം കൊണ്ട് ഇറ്റലിക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട് ഭാരതീയനാണ്. വിശക്കുന്നവർക്ക് ആഹാരവും കിടപ്പാടമില്ലാത്തവർക്ക് കിടപ്പാടവും നൽകിയ പാവങ്ങളുടെ ദൈവമായിരുന്നു സുക്കോളച്ചൻ. ഇതാണ് സുക്കോളച്ചൻ താമസിച്ചിരുന്ന ഭവനം. ഈശോ സഭാംഗമായ അദ്ദേഹം 1948 ഏപ്രിൽ 4 ഇന്ത്യയിലെത്തിയത്. 6.5 പതിറ്റാണ്ടിലേറെ കാലം ത്യാഗനിഷ്ഠയോടെ സേവനം ചെയ്ത ഇറ്റാലിയൻ മിഷണറി ഫാദർ ലീനസ് മരിയ സുക്കോൾ എസ്.ജെ. കണ്ണൂർ രൂപതയ്ക്കു കീഴിലുള്ള പരിയാരം മരിയപുരം നിത്യസഹായ വികാരിയായി 40 വർഷത്തോളം സേവനമനുഷ്ഠിച്ചു. മരിയപുരത്തിൻ്റെ ഹൃദയ താളമായിരുന്നു അച്ഛൻ. 30ഓളം ഇടവകകൾ സ്ഥാപിച്ചു. അവിടെയൊക്കെ ദേവാലയങ്ങളും പണിതു. കണ്ണൂർ രൂപത പിറവിയെടുക്കാൻ വഴിയൊരുക്കിയ ദൈവദാസനായിരുന്നു അദ്ദേഹം. ഊന്നുവടിയുടെ സഹായത്താൽ ഗ്രാമങ്ങളിലൂടെ കാൽനടയായി സഞ്ചരിച്ചാണ് പാവപ്പെട്ടവരുടെ അടുത്തെത്തിയിരുന്നത്. വളരെ ലളിതമായിരുന്നു ഭക്ഷണം. മാമ്പഴം, പപ്പായ, തേനും മാത്രം ഭക്ഷണമാക്കി. ഗ്രാമങ്ങളിലൂടെ പോകുമ്പോൾ കാഷായ വസ്ത്രവും തലയിലൊരു തൊപ്പിയും കയ്യിലൊരു നീളൻ വടിയും മാത്രം. ഈ യാത്രയിലാണ് സഹായത്തിന് അർഹരായവരെ കണ്ടെത്തുന്നത്. ചെറിയ മരക്കട്ടിലിൽ ഒരു പായയും അതിനു മുകളിൽ ഒരു തുണിയും വിരിച്ചായിരുന്നു അച്ഛൻ്റെ ഉറക്കം. കണ്ണീരും പ്രതീക്ഷകളുമായി ഓടിയെത്തുന്ന നിർധന കുടുംബങ്ങളെ കണ്ടെത്തി അവരെ സഹായിക്കുകയായിരുന്നു അച്ഛൻ്റെ ലക്ഷ്യം. ഒത്തിരി നിർധന കുടുംബങ്ങൾക്കായി 7700 വീടുകളും 20,000-ലേറെ കിണറുകളും അച്ഛൻ നിർമ്മിച്ചു കൊടുത്തു. പാവങ്ങളുടെ കൺകണ്ട ദൈവമാണ് സുക്കോളച്ചൻ. മനംനൊന്ത് വിളിക്കുന്ന പാവപ്പെട്ടവൻ്റെ വിളി കേൾക്കുന്ന ഏക ദൈവമാണ് സുക്കോളച്ചൻ. ദൈവത്തിൽ നിന്ന് ദൈവത്തോടൊപ്പം ദൈവത്തിങ്കലേക്ക്. ഏറെ വർഷക്കാലം അച്ഛനോടൊപ്പം സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തിയാണ് ഈ തങ്കപ്പൻ ജോസ്. മതഭേദമന്യേ വർണ്ണവിവേചനമില്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ച മലബാറിൻ്റെ മിഷണറിയായ ദൈവദാസൻ്റെ ആ പുണ്യാത്മാവ് ഇന്ന് അന്തിയുറങ്ങുന്നത് ഈ ദേവാലയത്തിനകത്താണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.